ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് മാർച്ച് 6, വിശുദ്ധ കോളറ്റിൻ്റെ തിരുനാൾ. 1381 ജനുവരി 13 തീയതി പിക്കാർഡിയിൽ ഒരു തച്ചൻ്റെ മകളായി ജനിച്ച കോളറ്റ് ബാല്യം മുതൽക്കേ സന്യാസത്തോട് അത്യന്തം താൽപ്പര്യം ഉണ്ടായിരുന്ന അവൾ ആദ്യം ബെനഡിക്റ്റൻ സഭയിലും പിന്നെ ബഹുവിൽസു സമൂഹവും പിന്നീട് പൂവർ ക്ലെയേഴ്സിന്റെ സഭയിലും പരീക്ഷിച്ചു നോക്കിയെങ്കിലും അതൊന്നും ഇഷ്ടപ്പെടാതെ അവസാനം ഫ്രാൻസിസ്കൻ 3 സഭയിൽ ചേർന്ന് ഏകാകിനിയായി പിക്കാർഡി ദേവാലയത്തിനരികെ ഒരു കുടിലിൽ താമസം തുടങ്ങി. ഏകാന്ത സന്യാസ ജീവിതത്തിന്റെ കാലം കഴിഞ്ഞുവെന്ന് കണ്ട് കോളറ്റ് വീണ്ടും പൂവർ ക്ലെയേഴ്സിന്റെ സഭയിൽ ചേർന്നതും വിശുദ്ധ ഫ്രാൻസിസ് അസീസി കോളറ്റിന് പ്രത്യക്ഷപ്പെട്ട് പൂവർ ക്ലെയേഴ്സിന്റെ സഭ നവീകരിക്കാൻ ആവശ്യപ്പെട്ടു. കോളറ്റ് വിശുദ്ധ ഫ്രാൻസിസ് നൽകിയ പ്രാഥമിക നിയമങ്ങൾ സ്വീകരിച്ച് ബോമിൽ ഒരു മഠം തുടങ്ങി. പിന്നീട് ബെസാനാസോണിലും വന്ന പുതിയ സഭ കോളറ്റ് പൂവർ ക്ലെയേഴ്സ് എന്നറിയപ്പെട്ടു. പ്രാഥമിക നിയമങ്ങളുടെ കാർക്കശ്യത്തിൽ യാതൊരു കുറവും വരുത്താതെ കോളറ്റ് അനുസരിച്ചു പോന്നു. അതിനാൽ നിരന്തരമായ പരീക്ഷണങ്ങളും അവൾക്ക് അനുഭവിക്കേണ്ടി വന്നു. കോൺസ്റ്റാന്റിനിലെ കൗൺസിൽ അക്കാലത്ത് ജോൺ 23 ബെനഡിക്റ്റ് 13 ഗ്രിഗറി 2 എന്നിവരിൽ ആരാണ് യഥാർത്ഥ മാർപ്പാപ്പ എന്നു തീരുമാനിക്കാൻ നിർബന്ധിതമായപ്പോൾ വിശുദ്ധ വിൻസെന്റ് ഫെററിന്റെയും വിശുദ്ധ കോളറ്റിന്റെയും സേവനങ്ങൾ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ വളരെ സഹായിച്ചു. ഈ അധ്വാനങ്ങളുടെ ഇടയ്ക്ക് പിശാച് അവളെ അങ്ങേയറ്റം പരീക്ഷിച്ചു. കോളറ്റ് അവയെല്ലാം ജയിച്ച് 1447 മാർച്ച് 6 തീയതി ഭാഗ്യമരണം പ്രാപിച്ചു. ഭാഗ്യമരണം പ്രാപിച്ച വിശുദ്ധ കോളറ്റെ, ഞങ്ങൾക്കും ഭാഗ്യമരണം ലഭിക്കുവാൻ വേണ്ടി കർത്താവിനോട് അപേക്ഷിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.